മകളുടെ ആവശ്യത്തിന് വേണ്ടി പോലും ഹർദീപ് സിംഗ് പുരി, അതായത് മകൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാനും ബിസിനസ്സും പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും അതിനുപോലും അയാൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്വാധീനം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കാര്യം കൃത്യമാണ്, ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ കണ്ടു, ഒരു കാഷ്വൽ മീറ്റിംഗ് ആയിരുന്നു, മറ്റുള്ള സംഭവം ഇല്ലായിരുന്നു. ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഈ സെക്ഷൽ ഒഫൻഡറെ കൊണ്ടല്ലയോ പ്രൊമോട്ട് ചെയ്യുന്നത്, ലോബിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഹർദീപ് സിംഗ് പുരി ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ടി വരും. അതായത് കൃത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ അറിഞ്ഞിടത്തോളം ഹർദീപ് സിംഗ് പുരി അമേരിക്കൻ കോടതിയിൽ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരും. ഞാൻ വളരെ കൃത്യമായിട്ടാണ്, കാരണം അയാൾ തെറ്റുകാരൻ തന്നെയാണ്. അയാൾ ആ പറയുന്ന സെൻറ്റ് ജെയിംസ് ഐലൻഡ് അയാളുടെ പ്രൈവറ്റ് ഐലൻഡിൽ പോയോ ഇല്ലയോ, ഹർദീപ് സിംഗ് പുരി പറയുന്നത് അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇയാളുമായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം ഹർദീപ് സിംഗ് പുരിയുടെ എന്ന് പറയുന്നത് നെക്സസ് ആയിരുന്നു. അയാൾ ഈ പ്രൊഫഷണലായിട്ട് ഇന്ത്യക്ക് വേണ്ടി പോയിട്ടുണ്ട്, അയാളുടെ പല പ്രൈവറ്റ് കാര്യങ്ങൾക്കും അയാളുടെ മകളുടെ കാര്യത്തിൽ അയാളുടെ ബിസിനസ്സും മറ്റുള്ള പരിപാടിക്കും വേണ്ടി അയാൾ പോയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് മന്ത്രിയാകുന്നതിന് മുമ്പ്, കാരണം രണ്ടാമത്തെ ടൈമിലാണ് മന്ത്രി ആയ ശേഷം അയാൾ കണ്ടിട്ടില്ല, കാരണം അതിന് സാധ്യത വളരെ കുറവ്. മന്ത്രിയാകുന്നതിന് മുമ്പ് അയാൾ ഈ പല പരിപാടിക്കും ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീനെ പല ആവർത്തി പോയി കണ്ടിട്ടുണ്ട് ഹർദീപ് സിംഗ് പുരി.